ഞാൻ ഇത് കൊടുക്കാം. അതാര് മുച്ചിരിയാണോ? അതാര് സൗണ്ട് കേട്ടത്? ഡെസ്ട്രോനെ വിളിക്കണേ. ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്, ഇത് മുച്ചിയുടെ സൗണ്ട് എവിടെ കേട്ടെ? പെട്ടെന്ന് പറയണ അളിയ, ഇപ്പൊ അവന് ഇത് പോവും. അലിച്ചോ അതെന്നാണ് അവൻ ദോ പോണാണ് അവൻ ദോ നിക്കണാണ് അവൻ. ചുമ്മാടി മാടച്ചി ബ്ലൂ ബ്ലൂ അവളുടെ കൊണ 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 കൊണ. അതെ ഗോഡെ ഒരാൾക്ക് വിളിക്കോ? ഡെസ്റ്റോ വലിച്ച് ചുമ്മാ പുറത്ത് അവനെ ബാക്കിൽ നിന്നോ പെട്ടെന്ന്. ഗോഡെ ഡെസ്ട്രോ ആൻഡ് സാവേജ് ചുമ്മാ അവളുടെ കാണാൻ പറ്റില്ലല്ലോ, അവക്ക് അടിച്ച് കറക്കും. ഇപ്പം കോച്ചേ കളിക്കല്ലേ പൊട്ടന്മാര് തന്നെ പുണ്ടച്ചികള്. എന്ത് എന്നെ ഒന്ന് ഡ്രാഗ് ചെയ്യണേന്ന് വല്യമ്മ. വണ്ടി പോയി അളി എന്താളി ഇതൊരു അവന് നമ്മളെ കണ്ടൂടാ, മുമ്പില് വെണ്ടി തെളിയ ചുമ്മാ ഇതാക്കുന്നേ. വണ്ടി വരുമെന്ന് കാട്ട വരാതി. പ്രജുവിന്റെ ചന്തിയിൽ ഐഡിയ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പുതിയ റിക്രൂട്ട്മെന്റ്സ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ബേസ്ഡ് ആണ്. അത് കാണാൻ പറ്റില്ല നമ്മളെ. അങ്ങനെ ഇതുവരെ അത് കഴിഞ്ഞിട്ട് തോന്നിയിട്ടില്ല വലുതായിട്ട് അങ്ങനെ അധികാരം കാണാൻ പറ്റത്തില്ല. അതെന്താ പരിപാടി? അപ്പൊ നമുക്ക് രണ്ട് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ സ്നൈപ്പർ ടി വി എന്നൊക്കെ ഞാൻ അടിച്ച ടി വി പക്ഷെ വന്നു. സാമ്രാജ്യം സാവേജ് ടു ടിവിഎ സാവേജ്. വെൽക്കം ടു ടിവിഎ. കലിപ്പായി മള്ളി കലിപ്പായി പപ്പോട് ദേഷ്യപ്പെട്ടേ. പപ്പ കല്യാണം കഴിച്ചതിന്റെ പേരില് പപ്പോട് ദേഷ്യപ്പെടണ. ആദ്യ രാത്രി അർത്ഥം സമ്മതിക്കൂല. ഇതാണ് ടോപ്പിക്കിന്റെ. നോക്കട്ടെ. ആ തിരിക്കാനല്ല, ദേഷ്യപ്പെടെ ഫുള്ളായിട്ട് ദേഷ്യപ്പെടു പിന്നെ ഗ്യാങ്ങിൽ പുറത്താക്കി. ഞാനൊക്കെ കൊണ്ടുപോയി ഈ സ്നൈപ്പൊക്കെ സെറ്റ് ചെയ്യാം ബാബാ. അപ്പൊ നിന്റെ അച്ഛൻ അവിടെ വന്നിരിക്കോ? ഇല്ല നിന്റെ വീരപ്പറട്ടി അവിടെ ഫോണായി നിൽക്കുക. നിന്റെ ഡാഡി ഇല്ലേ അച്ഛൻ ഡോലക്പൂരിൽ വരുന്നോ വല്യമ്മനെ? നീ ഡോലക്പൂരിലോട്ട് വരുന്നോ? പാടി ഈ രണ്ട് റിക്രൂട്ട്മെന്റും പ്യുവർ ഗൺ പവർ ബേസ്ഡ് ആണ്. ആൻഡ് ഇതൊരു ആർ പി ചെയ്യുന്ന പറഞ്ഞത് നമുക്ക് അങ്ങനെ ഇതുവരെ അത് കഴിഞ്ഞിട്ട് ആരെയും അങ്ങനെ തോന്നിയിട്ടില്ല വലുതായിട്ട്. അങ്ങനെ അധികം ആരെ കണ്ടുപിടിച്ചിട്ടുമില്ല. അവരുടെ ലൈവിൽ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. ഈ സാവേജ് സ്നൈപ്പ് ഇവന്മാർക്ക് വേറൊരു ഇതാണ്. അതിപ്പോ ഇനി ആരെവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവന്മാരുടെ ലൈവില് ഒരു വേറൊരു ഇതുണ്ട്.
3-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ എന്റെ വക എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും. നിന്റെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളെല്ലാം കിടിലായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. Many more happy birthday. Have a wonderful year ahead. Stay blessed. All your dreams will come very true this year. Okay. Happy birthday, Chelava, everyone. Guys, thank you, Mama. Happy birthday. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. ഈ വർഷം കിടിലായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. എന്റെ കുറെ ഡൗൺ ടൈമിൽ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ കുറെ ഡൗൺ സിറ്റുവേഷനിൽ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട്. സ്വന്തം ബ്രദറിനെ പോലെ തന്നെ നീ എന്നെ കണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു മനുഷ്യനാണ് പറയേണ്ടിരിക്കാൻ. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതായാലും ഏജ് ഒക്കെ കൂടുക. സ്വന്തം ഇല്ലായ്മ കുറച്ച് കുറയ്ക്കണം നല്ലത് സാവേജ്. ഇത്ര എനിക്കൊക്കെ പറയുള്ളൂ സാവേജ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അത്രേ ഉള്ളൂ സാവേജ്. കുട്ടാ ഹാപ്പി ബർത്ത്ഡേ ടാ. നിന്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമായി വരട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. പിന്നെ സാവേജിനെ പറ്റി പറയണേ വളരെ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. എന്റെ ദിവസമാണ് അടിച്ചങ്ങ് പൊളിക്കുന്നു. പിന്നെ എന്നെ കുറിച്ച് 2 നല്ല വാക്കൊക്കെ പറയാൻ പറഞ്ഞ് നല്ലത് മാത്രമേ പറയുള്ളൂ. പിന്നെ നിന്റെ പകരം വേറെ കാര്യം ഈ ഗ്യാങ്ങിലില്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ കക്കൂസ് കഴിക്കാം. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. ടിവിയുടെ സ്വന്തം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിഗ്മ മെയിലായ നമ്മ സാവേജ് എ.കെ. അലീമിന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വന്ദനം വന്ദനം. സേവേജ് മോളെ ഹാപ്പി ബർത്ത്ഡേ. എന്റെ മോള് നല്ല നിലയിലെത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല നിലയിലെത്തട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. ഈ വർഷം അടിപൊളിയായിട്ട് പോട്ടെ. ഹാപ്പി ബർത്ത്ഡേ സാവേജ്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ എല്ലാ കാര്യത്തിലും എന്റെ കൂടെ ആദ്യം വന്നിരുന്ന നീയാണ്. എന്റെ ഏറ്റവും ലൈക്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിന്നത് നീ തന്നെയാണ്. നിന്റെ ഈ വർഷം ഏറ്റവും നല്ലതായിട്ട് തീരട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിനക്ക് ഇനി നല്ല കുറെ കാര്യങ്ങൾ വരാനുണ്ട്. ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പോട്ടെ. ഹാപ്പി ബർത്ത്ഡേടാ ഹാപ്പി ബർത്ത്ഡേടാ കുട്ടാ. സാവേജ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേടാ കുട്ടാ. ചക്രം നൈപ്പിന്റെ കെട്ടിയോളായ സാവേജ് ജന്മദിന ആശംസകൾ നേരുന്നു. നന്നായി വരട്ടെ. നന്നായി വാ കുട്ടാ മോനെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ആയിട്ടിരിക്കെ. നല്ല രീതിയിലായിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേടാ സാവേജ് മോനെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേടാ. ഹാപ്പി ബർത്ത്ഡേ. ഒരു കിടിലം ബർത്ത്ഡേ ആയിരിക്കട്ടെ നിനക്ക്. ആൻഡ് ഓൾവേസ് താങ്ക് യു സോ മച്ച്. എന്റെ ഡൗൺ ടൈമിലും നമ്മുടെയൊക്കെ കൂടെ ഇത്ര നാൾ ഒരുപാട് നമ്മൾ ലോ ആയപ്പോൾ പോലും നീ നമ്മളോട് നിന്നൊരു പയ്യനാണ്. അപ്പോൾ എനിക്ക് ഓൾവേസ് വന്ന അന്ന് തൊട്ട് നീ 100% കമ്മിറ്റ്മെന്റിൽ ടി വിയിൽ നിന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഹാപ്പി ബർത്ത്ഡേടാ. അപ്പൊ അടിച്ചു പൊളിക്കാം. സെൽഫ് പ്രൊക്ലെയിംഡ് ഗുഡ് ബോയ് സാവേജിന് 1000 ജന്മദിന ആശംസകൾ നേരുന്നു ഫ്രം എക്സലറേറ്റ്. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ. കരയിപ്പിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു സാവേജ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഇഷ്ടമുള്ള കളർ തന്നെ കേക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. സാവേജ് ഹാപ്പി ബർത്ത്ഡേടാ. താങ്ക് യു ചന്ദ്ര.
ഹാപ്പി ബർത്ത്ഡേ എടാ ഡസ്റ്റർ എടാ ഗോഡ് ബർത്ത്ഡേ സാവജേ. ഗോഡെ മോളെ ഒന്ന് വരാവോ ഗോഡ് മോളെ ഒന്ന് വരാവോ ഗോഡ് ഡസ്റ്റർ ഡസ്റ്റർ എടാ ഡസ്റ്റർ വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ കണ്ടില്ലല്ലോ അത് വാവാ. ആ ഞാൻ കണ്ട് കുഴപ്പമില്ല ഇനി പ്ലേ ചെയ്യണ്ട ഞങ്ങള് പുറത്തുന്നുണ്ട് കാർ ഇരുന്നത് അതേ പിന്നാടി ഒരു കാർ ഇരുന്നത് അത് ഇതാ എടാ വീഡിയോ പുറത്തുനിന്ന് കണ്ടോ എല്ലാരും ആ നിങ്ങൾ കണ്ടല്ലേ എല്ലാരും കണ്ടില്ലേ അത് മതിയില്ലേ എല്ലാരും കണ്ട്. നമ്മളെല്ലാം കേട്ടായിരുന്നു സാവേജ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇപ്പൊ എത്ര വയസ്സായത്? അവന്റെ 20 വയസ്സ് വന്നാണ് ഇപ്പൊ 29 ഗ്യാങ് വന്നപ്പോ 20ആയിരുന്നു ഇവനെ താഴത്തോട്ടാ ഇവന് പ്രായം താഴത്തോട്ടാ. വണ്ടി എടുത്തു പോയ അളിയാ നിനക്ക് വേണ്ടി റോൾസ് റോയ്സ് ഇറക്കിയത് റോൾസ് റോയ്സ് ആടെ ഗിഫ്റ്റ് ഇതിന്റെ കാശ് കൊടുക്കണ സാധ്യത ആ സാവിന്റെ കാശൊന്നും കൊടുത്തത് എങ്ങനെയാ അത് തന്നെ പറയാനുള്ളത് കണ്ടു കൊടുക്കണം കാശൊന്നും എടാ സാവേജ് ഇതിനൊക്കെ പൈസ കൊടുക്കാണ്ട്. പിന്നെ റോൾസ് റോയ്സിന് വേണ്ടി എന്ത് വില എന്ന് വിചാരിച്ചിട്ട് EMI ഉണ്ട് ഇങ്ങോട്ട് തന്നതാണ് നിനക്ക് തന്നതാണതോ വണ്ടി സാവേജ വണ്ടി കയറി ഇരുന്ന് നോക്കിയോളൂ. ശരിക്കും വണ്ടി കൊടുത്തോളാം എച്ച് പ്രസ് വണ്ടി അണ്ണാ പൊങ്ങിയാലോടാ നിന്റെ പൊങ്ങിയാലോ അറിയത്തില്ല അണ്ണാ ഇവിടെ ഇങ്ങനെയായിരുന്നു എൻട്രി സെറ്റ് ചെയ്തേ പക്ഷെ ദൈവം വലിച്ച ബാക്കിലായി പോയി എന്ത് പറയായിരുന്നു കുഴപ്പമില്ല എവിടെ സീൻ എൻട്രി എടാ ഇത് എന്ത് രസോ കാണാൻ ഓ സീൻ ലൈറ്റടാ അവളൊക്കെ തന്നെ വരിക ഇന്നിപ്പോ സിറ്റി ലെവലിൽ പെൺകൊച്ചിനെ വിളിച്ചൊന്ന് പ്രപ്പോസ് ചെയ്യപ്പെടാ കിടില വൈബായിരിക്കും രാത്രി ആണെങ്കിൽ ബെറ്റർ കോച്ചിപ്പോ പോവും ഉടനെ കോച്ചിപ്പം ആരെല്ലാം അമ്മത്തി കൊണ്ടുവരും കേട്ടാ ഇതിപ്പോ കഴിഞ്ഞ താരടിച്ച കോച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. അതെ ഗോടെ ഒരാള് വീണു എന്ന് പൊക്കാവോ എല്ലാരും റബ്ബായല്ല ഫുള്ള് റബ്ബായ അണ്ണാ ഹലോ ലവീര് പാട്ട് പാടാൻ പറഞ്ഞു ആ ലവിയാ എടാ നമ്മളെ പിള്ളേരെ നടത്തിയത് അതെ അതെ നമ്മളടുത്തത് നമ്മളെ ഈ വിഷയം കൊള്ളാം